ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജോൺസൺ പാസ്റ്റർ പറഞ്ഞ സ്നാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 28:19 വിശ്വസിക്കുന്ന വ്യക്തിത്വമാണ്, ത്രിയേക ദൈവത്തിൻ്റെ ആളാണ്, തൃത്വ ദൈവമാണ് അദ്ദേഹത്തിൻ്റെ, 3 ദൈവങ്ങൾ കൂടിയ അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടിയ ദൈവമാണ്. അങ്ങനെ ഒരു പരാമർശം ദൈവവചനത്തിൽ ഒരിടത്തുമില്ല, അല്ലേ? നമ്മൾ മലാഖിയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, മലാഖിയുടെ പുസ്തകം 2:10 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലയോ നമ്മെ സൃഷ്ടിച്ചത്, നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടത് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന് എന്നൊരു വാക്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്, അല്ലേ? അപ്പോ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പറയുന്ന ദൈവം ഒരുവനേ ഉള്ളൂ. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഈ തൃത്വക്കാർക്കെല്ലാം 2 ദൈവങ്ങളുടെ ഒരു കാര്യമാണ്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത ചില വാക്യങ്ങളായിരുന്നു ഉൽപ്പത്തിയിലെ നാം എന്ന് പറയുന്നതൊക്കെ. കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട് നാം എന്ന് പറയുമ്പോൾ ബഹുമാന സൂചകമായിട്ട് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കാറില്ല. വളരെ വലിയ മണ്ടത്തരമാണ് ആ വ്യക്തി വിളിച്ചു പറഞ്ഞത്. അപ്പൊ ദൈവം ഏകനാണ് എന്നാണ് മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾ എന്തിനാണ് നിക്കിയെ രക്ഷിക്കുവാനാണ് ശ്രമിക്കുന്നത്. കാരണം നിക്കിയ എങ്ങനെയെങ്കിലും തകരപ്പെടരുത്. കാരണം അവരുടെ കാലാകാലങ്ങളായി അവർ ചൊല്ലി വരുന്ന നിക്കിയ വിശ്വാസം തളർന്നു പോകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം നിക്കിയയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഇന്നത്തെ ഒരു ജനത വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. നിക്കിയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നിക്കിയിലാണ് 3 ദൈവങ്ങളും 3 വ്യക്തികളുള്ള ദൈവങ്ങളും ഒക്കെ വെളിപ്പെടുന്നത്. അപ്പൊ അതിനെയാണ് ചേർത്ത് വെച്ച്, കാരണം പെന്തിക്കോസുകാർക്ക് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലുള്ള നമ്മുടെ ശിവു പിടിയക്കൽ പാസ്റ്റർ, കാരണം അവിടെ 3 ദൈവങ്ങളല്ല, യേശുവാണ് അവരുടെ ദൈവം എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടുന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ഓർത്തഡോക്സിലോ യാക്കോബായിലോ ഒക്കെ പോയെന്നാണ് അദ്ദേഹം ബെന്തിക്കോസുകാരെ കുറിച്ച് പറയുന്നത്. ബെന്തിക്കോസുകാർ അതിനുശേഷമാണ് എനിക്ക് എടുക്കാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയപ്പെടുന്നത്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് സ്നാനത്തെ കുറിച്ചാണ്. സ്നാനം 3 ദൈവങ്ങളുടെ നാമത്തിലാണോ 3 വ്യക്തികളുടെ നാമത്തിലാണോ സ്നാനം നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ 3 വ്യക്തികളുടെ നാമത്തിൽ ഒരു സ്നാനം ഉണ്ടോ? പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, 3 ദൈവങ്ങളുടെ നാമത്തിൽ ഒരു സ്നാനം ഉണ്ടോ, 3 വ്യക്തികളുടെ നാമത്തിൽ, അല്ലെ? അതിന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, നാമത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നാമങ്ങളിൽ എന്ന് പറഞ്ഞിട്ടില്ല. നാമങ്ങളിൽ നിന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ജോൺസൺ പാസ്റ്റർ പറഞ്ഞത് ഞാൻ സമ്മതിക്കാമായിരുന്നു. കാരണം ജോൺസൺ പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. കാരണം 3 പേരുടെ നാമത്തിലാണ്, 3 ദൈവങ്ങളുടെ നാമത്തിലാണ്, അല്ലെങ്കിൽ 3 വ്യക്തികളുടെ നാമത്തിലാണ് സ്നാനമെന്ന് ജോൺസൺ പാസ്റ്റർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ജോൺസൺ പാസ്റ്റർ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പേരുണ്ടെന്നാണ് ജോൺസൺ പാസ്റ്ററുടെ അഭിപ്രായത്തിൽ അവിടെ പറഞ്ഞത്. 3 പേരുണ്ട്, അല്ലേ? അപ്പൊ ജോൺസൺ പാസ്റ്റർ പറയുന്നത് 3 പേര് ഉണ്ടെങ്കിൽ, അങ്ങനെ 3 പേരുണ്ടെങ്കിൽ, അഥവാ 3 പേര് അവിടെ ഉണ്ടെങ്കിൽ നാമങ്ങൾ എന്ന് വന്നതിന് വരുന്നു. ഇവിടെ എൻ്റെ കൂടെ 2 പേര് കൂടി ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ 3 പേരുടെ നാമങ്ങളിൽ നിന്ന് വന്നതിന് വരുന്നു. ഇവിടെ നാമങ്ങളിൽ എന്ന് വരാത്തിടത്തോളം കാലം അവിടെ വ്യക്തികളില്ല, അവിടെ ഒരാളേ ഉള്ളൂ. അതാണ് ഞാൻ മലാഖിയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലയോ നമ്മെ സൃഷ്ടിച്ചത്. ഒരു ദൈവമേ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്, ഒരു ദൈവമേ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. 3 ദൈവങ്ങൾ കൂടിയാണ്, അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടിയാണ് എന്ന് ദൈവവചനം ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ ജനങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. 3 പേര് വന്നു ബാബേൽ ഗോപുരം നശിപ്പിക്കാനായിട്ട് 3 പേര് ഒരുമിച്ച് കൂടിയിരുന്നാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് ഇറങ്ങി വന്ന് ചെയ്തു എന്നാണ്. അപ്പൊ പിതാവ് എന്ന് പറയുന്ന ഒരു ബഹുമാന സൂചകമായിട്ടാണ്, അല്ലേ?
സകല ജഡങ്ങളുടെ ഉടയവനായതുകൊണ്ടാണ് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്. അല്ലാതെ അതൊരു പേരല്ല. അപ്പോ ചില ആളുകൾ പറയുന്നവർ ദൈവത്തിന് പേരില്ല, ട്രിനിറ്റി എന്നാണ് പേരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ട്രിനിറ്റി, അങ്ങനെ ഒരു പേര് ദൈവത്തിനില്ല. ട്രിനിറ്റി എന്നൊരു പേര്, തൃത്വം എന്ന് പറയുന്ന ഒരു പേര് ദൈവത്തിനില്ല. എന്നാൽ ആരാണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ ദൈവത്തിന്റെ പേര് ട്രിനിറ്റി എന്നാണ്. അത് എന്തർത്ഥത്തിലാണ്? ആ ദൈവത്തിന് പേരില്ല, പേരില്ലാത്തൊരു പേരാണ് ട്രിനിറ്റി. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ദൈവം ഒരിടത്തുമില്ല. ദൈവവചനത്തിൽ ട്രിനിറ്റി എന്നൊരു ദൈവത്തെ കാണാനേ ഇല്ല. അപ്പൊ ആ ട്രിനിറ്റിയുടെ നാമത്തിൽ എങ്ങനെയാണ് സ്നാനം നടക്കുക? അങ്ങനെ പേരില്ലാത്ത ഒരു ദൈവത്തിന്റെ നാമത്തിൽ എങ്ങനെയാണ് ഒരു സ്നാനം നടക്കുക? സ്നാനം നടക്കുന്നതിന് വ്യക്തമായ പേരുണ്ട്, അതാണ് നാമം. സ്പെസിഫിക് ആയ ഒരു നാമം അതിനുണ്ട്. ആ നാമം ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായത്തില് ആ നാമം എന്താണ് എന്ന് യേശുക്രിസ്തു വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം, അല്ലേ? 17-ാം അധ്യായത്തിലാണ് എൻ്റെ ശിവപരമായിട്ടുള്ള സംഗതി വരുന്നത്. അപ്പം 17-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നുണ്ട്, അല്ലേ? നീ 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരുടെ നാമം? ആ ഒരു പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ നാമം ഏതാണ്? പഴയ നിയമത്തിൽ നിങ്ങളെല്ലാം പോലെ യഹോവയാണ്, അല്ലേ? ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ട്രിനിറ്റി എന്നാണ് ആ നാമത്തിന്റെ നാമം വെളിപ്പെടുത്തി. അങ്ങനെ ട്രിനിറ്റി എന്നൊരു നാമമാണോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ നാമം ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം, അല്ലേ? ആ നാമം ഏതാണ്, അല്ലേ? മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാം. 1-ാം അധ്യായത്തില് നാമത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 1:21, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. അപ്പം യേശു എന്ന പേരിടണം. യേശു എന്ന പേരിന് എന്താണ് അതിന്റെ അർത്ഥം? പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ, അതായത് രക്ഷപ്പെടുവാൻ തന്ന ഒരു നാമമായിട്ടാണ് അതിനെ നൽകിയിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ നാമമാണത്, അല്ലേ? ഒരു മനുഷ്യന്റെ പേരല്ല, അത് ദൈവത്തിന്റെ പേരാണത്, അല്ലേ? പിതാവ് യേശുക്രിസ്തു നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? യേശുക്രിസ്തു പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. യേശുക്രിസ്തുവായി ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു, മനുഷ്യനായിട്ട് വെളിപ്പെട്ട് വന്നിട്ടാണ് പറയുന്നത് ദാവീദിന്റെ സന്തതിയായിട്ട്, അല്ലേ? ദാവീദിന്റെ സന്തതിയായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് പാസ്റ്റർ കൊടുത്ത മറുപടിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ആ നാമം എന്തിനാണ് സ്വീകരിച്ചത്? എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ നാമം തന്നത്, വേറെ ആർക്കും വെക്കാൻ വേണ്ടിയല്ല. അല്ലാതെ ഒരു നിക്കിയ ഉണ്ടാക്കി എടുക്കാനല്ല നാമം തന്നത്, രക്ഷപ്പെടാൻ വേണ്ടി ആ നാമം തന്നത്, അല്ലേ? 3 ദൈവങ്ങളുണ്ട്, 3 വ്യക്തികളുണ്ട്, ട്രിനിറ്റിയാണ് ദൈവം എന്ന് പറയാനല്ല നിങ്ങൾക്ക് ആ നാമം തന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി തന്നതാ. ആ നാമത്തെയാണ് ഇപ്പൊ എല്ലാവരും പുച്ഛിച്ച് തള്ളിക്കളയുകയാണ്, അല്ലേ? അപ്പോൾ ഞാൻ 28:19 വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് വായിച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? 28:19 നമ്മൾ വായിച്ചെന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം. ആ നാമം ഏതാണ് എന്ന് കണ്ടെത്തണം. ആ നാമം ഏതാണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും, ഒരു പിതാവേ ഉള്ളൂ, ആ പിതാവിന് ഒരു നാമമേ ഉള്ളൂ. ആ നാമമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? ആ ദാവീദിന്റെ ഗോത്രത്തിൽ വന്ന് ജനിച്ചത് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അതെങ്ങനെ ദൈവമാകും? ദാവീദിന്റെ ഗോത്രത്തിൽ വന്ന് ജനിച്ച യേശുക്രിസ്തു എങ്ങനെയാണ് നമുക്ക് ദൈവമാകുന്നത്?
അവൻ സാക്ഷാൽ പിതാവായതുകൊണ്ടാണ് അവൻ നമുക്ക് ദൈവമായി മാറുന്നത്. അല്ലാതെ അവൻ കേവലം ഒരു മനുഷ്യനായി വന്നാൽ അവന് നമ്മൾ എങ്ങനെയാണ് ദൈവമായി കരുതുന്നത്? അവൻ വന്നത് ആരുടെ നാമത്തിലാണ്? ദൈവത്തിന്റെ നാമത്തിലാണ് അവൻ വന്നത്. അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരികയായിരുന്നു. ആര്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വരികയാണ്. സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. ദൈവം ആത്മാവാണ്, അദൃശ്യനാണ്. മനുഷ്യരാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തെ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യനായി നിന്ന് വെളിപ്പെടുത്തുകയാണ്. കാരണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെ, ശിവന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൈവം കേവലം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവം 3 പേരാണ്, 3 വ്യക്തികളാണെന്ന്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. എഫെസ്യർക്ക് എഴുതുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഒരേ ആത്മാവ്, ഒരു ശരീരം, അല്ലെ, എല്ലാവരിലും കൂടി ഇരിക്കുന്നവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനുമായ ദൈവം ഒരുവൻ എന്നാണ് അവൻ പറഞ്ഞു. 3 എന്നവൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു 3 പേരുണ്ട്, അല്ലെങ്കിൽ 3 പേരുടെ നാമത്തിലാണ് സ്നാനം നടക്കേണ്ടത് എന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷെ 3 പേരുടെ നാമത്തിൽ ഒരു സ്നാനം ദൈവവചനത്തില് നിഷേധമാണ്. അങ്ങനെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. കാരണം മത്തായിയുടെ സഹോദരനാണ് ലൂക്കോസ്, അല്ലെ. അപ്പോൾ ലൂക്കോസ് ഒരു സുവിശേഷകനാണ്. അപ്പം ലൂക്കോസ് ഒരു വൈദ്യനാണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. മത്തായി ഒരു ശിഷ്യനുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 47-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ നാമത്തിൽ മാനസാന്തരവും അവന്റെ നാമത്തിൽ പാപമോചനവും. ആരുടെ നാമത്തിലാ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പോൾ അത് കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ വായിക്കണം. 46-ാമത്തെ വാക്യത്തിൽ വായിക്കുക, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും. അപ്പൊ ആരുടെ നാമത്തിലാണോ പാപമോചനം, ആരുടെ നാമത്തിലാണ് മാനസാന്തരം, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. 3 ദൈവങ്ങളുടെ നാമത്തിലാണോ, 3 വ്യക്തികളുടെ നാമത്തിലാണോ മാനസാന്തരം വരുന്നത്? അല്ല. അപ്പോ ഇനിയിപ്പോ മത്തായി കർത്താവിന്റെ ശിഷ്യനാണോ? അപ്പൊ അദ്ദേഹത്തിന് തെറ്റ് പറ്റത്തില്ല, ലൂക്കോസിന് ഇനി തെറ്റ് പറ്റിയതാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ വായിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38 വായിക്കുകയാണ്. 38-ാമത്തെ വാക്യം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തെ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയും. അപ്പൊ പത്രോസ് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് എല്ലാം പഠിച്ചൊരു വ്യക്തിയാണ്. യേശു ക്രിസ്തു അവനെ മീൻ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴാണ്, അല്ലെ, വലയിട്ടിട്ടൊന്നും മീൻ കിട്ടുന്നില്ല. ആ സമയത്താണ് കർത്താവ് വന്ന് ഇന്നടത്ത് വലയിറക്കുക, അവിടെ മീൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ആ മീനും വലയും ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റിയവനാണ് പത്രോസ്. ആ പത്രോസ് കള്ളം പറയുമോ? ആ പത്രോസ് കള്ളം പറയുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം, അല്ല പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മത്തായി പറഞ്ഞതാണ് ശരി. മത്തായി ആ ഒരു സീനിൽ മത്തായിയോടെ ഉണ്ടായിരുന്നു. മത്തായി എന്തുകൊണ്ട് വിലക്കിയില്ല? കാരണം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് അവന്റെ അവസാനം തള്ളിപ്പറയുമെന്ന് വരെ പറഞ്ഞ പത്രോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്. എന്നിട്ട് മനം തിരിഞ്ഞു വന്നവനാണ് പത്രോസ്. ആ പത്രോസ് പറയാണ് സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്, അല്ലേ? ആ പത്രോസ് തന്നെ നമ്മൾ പിന്നീട് വായിക്കുമ്പോ എനിക്ക് തോന്നുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 10:48 വാക്യം കാണുന്നത്. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു എന്ന് അവിടെ കാണുന്നു 10:48. ഇനി മുഹമ്മദ് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിച്ചുകൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് അപ്പോസ്തലന്മാര് പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഈ നിക്കിയ പറയുന്നതെല്ലാം എന്താണ്? ഒരഭിപ്രായം മാത്രമാണ്. 3 ദൈവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ് നിക്കിയയിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ
ട്രിനിറ്റി എന്ന് പറയുന്ന ദൈവത്തിന് നാമമില്ല. നാമമില്ലാത്ത ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ദൈവത്തിനൊരു നാമമുണ്ട്. ആ നാമം എന്തിനാ തന്നത്? നമ്മെ രക്ഷിക്കുവാൻ തന്ന നാമമാണ്. ആ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്, അല്ലെ? അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇനി ഞാൻ കുറച്ച് വാക്യങ്ങളോട് വായിക്കാം. ഇന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ കൂടുതൽ വിശദീകരിക്കാനായിട്ട് സമയമില്ല. എങ്കിലും പറയാം. നമ്മൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 19-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രയെ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്നല്ലേ, 2 പേരിടത്ത് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 ഇടത്തേ അത് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ധരിച്ച അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ് പറഞ്ഞത്. ഇന്നത്തെ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വ്യക്തികൾ അല്ലെങ്കിൽ 3 ദൈവങ്ങളുടെ നാമത്തിലാണ് സ്നാനം നടക്കുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കൽപ്പനയാണ് അനുസരിക്കേണ്ടത്. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവെന്ന് പറഞ്ഞു. അപ്പൊ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവർ പഠിപ്പിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. വളരെ വ്യക്തമാണ്. 2:38. എന്തുകൊണ്ടാണ് സ്നാനം എടുക്കുന്നത്? ലൂക്കോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്, വൈദ്യനായി ലൂക്കോസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി. അവന്റെ നാമത്തിലാണ് പാപമോചനം, അവന്റെ നാമത്തിലാണ് രക്ഷ നടക്കുന്നത്. 3 ദൈവങ്ങളുടെ നാമത്തിലും 3 വ്യക്തികൾ, ട്രിനിറ്റി എന്ന് പറയുന്ന പണ്ട് പിതാക്കന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യം വെച്ചല്ല പാപമോചനവും വിശ്വാസവും നടക്കുന്നു, രക്ഷ നടക്കുന്നു. അല്ലെങ്കിൽ രക്ഷ എന്ന സിദ്ധാന്തം നടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അത് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്ന നാമമാണ്. ആ നാമത്തെ ആണ് ഇപ്പൊ പറയുന്നത്. ആ നാമത്തിലല്ല സ്നാനം എന്ന് പറഞ്ഞ് തർക്കിച്ച് കളയുന്നത്. അപ്പോ ജോൺസൺ പാസ്റ്റർ പോലും പറയുന്നുണ്ടാവും പത്രോസിന് വെളിവുകേട് സംഭവിച്ച് പത്രോസ് പറഞ്ഞതായിരിക്കുമെന്ന്. അത് വളരെ തെറ്റാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന വളരെ തെറ്റാണ്. കാരണം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പത്രോസ് പഠിപ്പിച്ചതിനും മത്തായി പഠിപ്പിച്ചതിനും ലൂക്കോസ് പഠിപ്പിച്ചതിനും ആര് പഠിപ്പിച്ചതിനും വിപരീതമായിട്ട്, അതായത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് ഏത് അപ്പോസ്തലൻ പഠിപ്പിച്ചതിനാണെങ്കിലും വിപരീതമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ എങ്ങനെ നമുക്ക് 28:19 അംഗീകരിക്കാൻ കഴിയും? 28:19 പൂർണ്ണമല്ല, പൂർണ്ണമായതല്ല. അവിടെ പേര് പറയുന്നില്ല, പേര് മെൻഷൻ ചെയ്യുന്നില്ല. പേര് മെൻഷൻ ചെയ്തത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും എന്നുള്ളതാണ്. കർത്താവിന്റെ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിലാണ് സ്നാനം നടക്കേണ്ടത്, ആ നാമത്തിലാണ് രക്ഷ വരേണ്ടത്. അത് നാമമുണ്ട്. അതേസമയം നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ, ട്രിനിറ്റിയുടെ നാമത്തിലാണെങ്കിൽ, അതായത് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 3 പേർ കൂടുന്ന ദൈവത്തിന്റെ നാമത്തിലാണെങ്കിൽ സ്നാനമെങ്കിൽ, അവിടെ നാമങ്ങളെന്ന് മെൻഷൻ ചെയ്തതിനെ വരുന്ന നാമങ്ങളെന്ന് മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം, അതായത് ഈക്വലാണെന്നോ അല്ലേ, അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അനിൽ കൊടിത്തോട് സാറിനെ പോലുള്ളവരാണെങ്കിൽ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് പുള്ളിക്കാരൻ ഇതിനെ ഇത് ചെയ്യാനായിട്ട്. കാരണം പുള്ളിയെ സംബന്ധിച്ചോളം സ്റ്റേജ് കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് കൊണ്ട് പുള്ളി ഇതൊക്കെ പറയും. കാരണം ആളുകളെ കിട്ടണം. അതുകൊണ്ട് പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നങ്ങ് പറയും. അത് നമ്മുടെ വിഷയമല്ല, ദൈവവചനമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം അദ്ദേഹം പറയും. അത് ദൈവവചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഹുവേ വഹുവേ ഒക്കെ കുറെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ദൈവവചനമായിട്ട് യാതൊരു ബന്ധങ്ങളും അതിനില്ല. ഞാൻ പറയുകയാണെങ്കിൽ ദൈവം ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. കാരണം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്
വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അപ്പോസ്തലന്മാർ ഒരിക്കലും ദൈവത്തെ എന്ത് ചെയ്തില്ല, മൂന്നായിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് വേർതിരിക്കാനായിട്ട് ഒരിക്കലും അനുവദിച്ചിട്ടുമില്ല, അങ്ങനെ അവര് വിചാരിച്ചിട്ടുമില്ല. കാരണം അതൊരു ചിന്താഗതി മാത്രമാണ്. അവിടെ ഒരിടത്ത് അങ്ങനെ കാണുന്നു, മറ്റൊരിടത്ത് ഇങ്ങനെ കാണുന്നു, ആശീർവാദത്തിൽ അങ്ങനെ കാണുന്നു. ആശീർവാദത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അതാണ് അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, അല്ലേ? ആശീർവാദം എന്താണ്, അല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു എന്നതിനെയാണ് അത് കാണിക്കുന്നത്. അതെ. രണ്ട്, പിതാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. അവൻ സകല ജഡങ്ങളുടെ ഉടയവൻ എന്ന അർത്ഥത്തിലാണ് പിതാവ് എന്നവനെ ഉപയോഗിച്ചിരിക്കുന്നത്. പുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിലാണ്. നമ്മള് കുറെ വാക്യങ്ങൾ കൂടി നമ്മൾ വായിക്കുമ്പോൾ തന്നെ എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അത് ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല, എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ്, ആ പുത്രനാമത്തിൽ അല്ലെങ്കിൽ ദൈവപുത്രനായി വെളിപ്പെട്ട ആ നാമത്തിൽ വിശ്വസിക്കണം. ആ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ. ആ നാമത്തിലേ ഉള്ളൂ പാപമോചനവും അതുപോലെ തന്നെ എന്താണ് രക്ഷയും അതിലേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് സംസാരിച്ചപ്പോഴാണ് യഹൂദന്മാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത്. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ പറയാണ്, ഈ നാമത്തിൽ ഇനി ഉപദേശിക്കരുത്. വളരെ വ്യക്തമായിട്ട് ആ നാമം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, ആ നാമത്തിൽ ഇനി ഉപദേശിക്കരുതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പൊ ആ നാമത്തിനായിരുന്നു അവിടെ വിലക്കുണ്ടായിരുന്നത്. ആ നാമത്തിലാണ് രക്ഷ നടക്കുന്നത്, ആ നാമത്തിലാണ് പാപമോചനം നടക്കുന്നത്, ആ നാമത്തിലാണ് സൗഖ്യം നടക്കുന്നത്. അപ്പം അത് രക്ഷിക്കാൻ വേണ്ടി തന്ന നാമമാണ്, രക്ഷപ്പെടാൻ വേണ്ടി തന്ന നാമമാണ്. ആ നാമത്തെയാണ് ഇന്ന് എല്ലാവരും ചവിട്ടി പുറത്താക്കുന്നത്. അതല്ല, ട്രിനിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ട്രിനിറ്റിയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ല. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ദൈവവചനത്തിലില്ല. ഇതൊക്കെ മനുഷ്യന്റെ ചിന്താഗതികൾ മാത്രമാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം രക്ഷപ്പെടാൻ വേണ്ടി ഒരു നാമമേ തന്നിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. എങ്കിലും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.